ഹായ്, നമുക്ക് ഇന്ന് +2 ഫിസിക്സിനകത്തുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ഡെറിവേഷൻസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഉണ്ട്, ബയോട്ട്-സവാർട്സ് ലോ. ദെൻ അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ. സോ ആ രണ്ട് കാര്യങ്ങൾ വേഗം പഠിച്ചെടുക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ബയോട്ട്-സവാർട്സ് ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റിനെ കൺസിഡർ ചെയ്യാം. സോ സപ്പോസ് ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം, അപ്പോഴല്ലേ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആവും. സോ ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിന്റെ ഒരു സ്മോൾ എലമെന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ് DL എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഇത് കാരണം ഒരു R ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് Pയില് ഈ DL എലമെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഈ R ഡിസ്റ്റൻസ് വെക്ടർ നമ്മൾ DL-ഉമായിട്ട് ഒരു ആംഗിൾ തീറ്റയിലാണ് ഇരിക്കുന്നത്. സോ എനിക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണണമെന്ന് പറഞ്ഞപ്പോ ബയോട്ട്-സവാർട്സ് ലോ എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. കാരണം ചെറിയ എലമെന്റ് അല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ ആ ചെറിയ എലമെന്റ് കാരണം ഉണ്ടാകുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IDL sin θ by r² പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, IDL sin θ by r² പ്രപ്പോർഷണൽ ആയിരിക്കും. നമുക്കറിയാം പ്രപ്പോർഷണാലിറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇക്വേഷൻ തന്നെ വേണം. നമുക്ക് അതിനെ ഈക്വൽ സൈൻ ആക്കണം. ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ എന്തോ ചെയ്യണം? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DB is equal to μ0 by 4π into IDL sin θ by r², where μ0 by 4π is a constant. ആരായി μ0? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇതിന്റെ വാല്യൂ 4π into 10⁻⁻⁷ ആണ്. അങ്ങനെ വരുമ്പോ μ0 by 4π ഒറ്റ വാല്യൂ പഠിച്ചു വെക്കാൻ പറ്റും. μ0 by 4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to μ0 വാല്യൂ എത്ര? 4π into 10⁻⁷ divided by 4π. അപ്പൊ 4π cancel, the answer will be 10⁻⁷. എന്ത് എളുപ്പം അല്ലേ? സോ അങ്ങനെ അത് പഠിച്ചു വെച്ചിരിക്കാം. ഇനി ഇതിന്റെ ഒരു വെക്ടർ ഫോം കൂടി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബയോട്ട്-സവാർട്സ് ലോ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, μ0 by 4π into IDL sin θ by r². പക്ഷെ ഇതിന്റെ വെക്ടർ ഫോം പഠിക്കുമ്പോഴേ ഇതിന്റെ കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാവും. ഈ സൈൻ തീറ്റ എങ്ങനെയാ വന്നത്? നമുക്കറിയാം A cross B is equal to AB sin θ. അപ്പൊ ഏതോ ഒരു ക്രോസ് ഇവിടെ ഒളിച്ച് കിടപ്പുണ്ട്. ആ ക്രോസിനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഈ സൈൻ തീറ്റ കയറി വരുന്നത്. അത് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ വെക്ടർ ഫോം പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. സോ ഇതിന്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത് DB is equal to μ0 by 4π into I into DL cross R by r³. ഇതാണ് അതിന്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. സോ DL ക്രോസ് R കണ്ടോ, A ക്രോസ് B, അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് AB sin θ എന്ന് വന്നത്. അങ്ങനെയാണ് ആ sin θ അവിടെ വന്നത്. അപ്പൊ നമ്മുടെ ക്രോസ് ചെയ്തപ്പോൾ R എവിടെ പോയി? ആ R-ഉം താഴത്തെ r³ കൂടി ക്യാൻസൽ ചെയ്തിട്ടാണ് ബാലൻസ് r² ഇവിടെ വന്നത്. സോ ദിസ് ഈസ് ദി വെക്ടർ ഫോം ഓഫ് ബയോട്ട്-സവാർട്സ് ലോ. ഇനി ഈ ബയോട്ട്-സവാർട്സ് ലോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്. നമുക്ക് ആ ഡെറിവേഷനിലേക്ക് പോവാം. സോ അതിനു വേണ്ടിയിട്ട് ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ which is carrying a current I. ഇതിൽ കൂടുതൽ I കറണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന്റെ സെൻട്രൽ നിന്നും ഞാനൊരു പോയിന്റ് P കൺസിഡർ ചെയ്യും. ആ പോയിന്റ് Pയില് ഈ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് ഞാൻ കണ്ടുപിടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചെറിയ ഒരു അനിമേഷൻ ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഒരു ചെറിയ ടൂൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും. ദിസ് ഈസ് എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ ഇതിന്റെ സെൻട്രൽ നിന്ന് ഞാനൊരു പോയിന്റ്, ഇതാണ് സെൻട്രൽ ആക്സിസ് അല്ലെ. അപ്പൊ ഈ സെൻട്രൽ ആക്സിസിൽ നിന്ന് ഞാനൊരു പോയിന്റ് ഇങ്ങനെ ദിസ് ഈസ് സെൻട്രൽ ആക്സിസ്, അവിടെ നിന്ന് ഞാനൊരു പോയിന്റ് ഇങ്ങനെ കൺസിഡർ ചെയ്തിരിക്കാം. അപ്പൊ ഈ ആക്സിസിൽ ഈ ക്യാപ്പ് ഇരിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്.
സോ അതിന് വേണ്ടിയിട്ട് പയ്യെ തിന്നാ പനയും തിന്നാം. കാരണം ബയോട്ട് സവാർട്സിലെ ചെറിയൊരു എലമെന്റിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ വലിയൊരു സർക്കുലർ ലൂപ്പിനെ പറ്റിയൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെയും ചെറിയൊരു എലമെന്റ് കാണുക, ചെറിയൊരു എലമെന്റ് എടുത്തിട്ട് അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുക, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് സം ചെയ്ത് നമുക്ക് അതിനെ ഫുള്ള് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു എലമെന്റ് DL കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഈ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ A ആണെന്ന് എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത്? A എന്ന് എടുക്കുക. ഈ പോയിന്റ് ഒരു എക്സ് ഡിസ്റ്റൻസിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് ഈ എലമെന്റ് കാരണം പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുക. ആ എലമെന്റ് കാരണം പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ദിസ് ഈസ് ദി എലമെന്റ് DL, ദിസ് ഈസ് ദി എലമെന്റ് DL. ആ എലമെന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ DL മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയണ്ടേ? കാരണം നമ്മുടെ ബയോട്ട് സവാർട്സിൽ ആ DL ലെങ്ത് മുതൽ P വരെയുള്ള പോയിന്റ് ഡിസ്റ്റൻസ് നമുക്ക് എടുത്താണ് ചെയ്യുന്നത്. R സ്ക്വയർ എന്നിട്ടുണ്ട്. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതാണ് ആ DL ലെങ്തും നമ്മുടെ പോയിന്റ് Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് R ഡിസ്റ്റൻസ്. ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു തിയറം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി എത്തും അല്ലെ? ഏതാണ്? പൈതഗോറസ് തിയറം അല്ലെ? കാരണം ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിന്റെ രൂപത്തിലല്ലേ ഇരിക്കുന്നത്. ചുമ്മാ അമാന്തിച്ചുകൊണ്ടിരിക്കണോ? നമുക്ക് ആ തിയറം എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യാതെ. അപ്പൊ എങ്ങനെ വരും? ഈ R ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √A² + X² അല്ലെ? എല്ലാവർക്കും അറിയാം B² + R². അപ്പൊ അതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ ആക്ച്വലി റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്കുണ്ട്. സോ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടുത്തെ എലമെന്റ് നമ്മുടെ DL എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ എലമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ദിസ് ഇസ് ദി DL എലമെന്റ് ആൻഡ് നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷനോ അത് ഇങ്ങോട്ടാണ് അല്ലെ? ദിസ് ഇസ് ദി പൊസിഷൻ വി ഹാവ് ടേക്കൺ. അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ ചിന്തിക്കുമ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 90 ഡിഗ്രി. അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് 90 ഡിഗ്രി. സോ ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. സോ സൈൻ തീറ്റ നമ്മൾ അങ്ങനെയാണല്ലോ ഫോർമുല. ബയോട്ട് സവാർട്സിലെ ഐഡിയൽ സൈൻ തീറ്റയില് തീറ്റയാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം തീറ്റ എന്ന് പറഞ്ഞാൽ DL വെക്ടറും നമ്മുടെ R വെക്ടറും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് 90 എന്ന് പറയുന്നത്. സോ അതാണ് സൈൻ തീറ്റയിൽ കൊടുക്കേണ്ട ആംഗിൾ. സോ സൈൻ 90 എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും, അത് എങ്ങോട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയണമെന്നുള്ള റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് എളുപ്പ വഴി ഇങ്ങനെയാണ്. നമ്മൾ DL അങ്ങോട്ടായിരിക്കുന്നത്, നമ്മുടെ പൊസിഷൻ ഇങ്ങോട്ട്. അപ്പൊ അത് X ആക്സിസ്, ഇത് Y ആക്സിസ്. കാരണം ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. X ആക്സിസ് Y ആക്സിസ് ആണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിലായിരിക്കും. അങ്ങനെയാണല്ലോ റൈറ്റ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടണമെങ്കിൽ അത് Z ആക്സിസിലായിരിക്കും. സോ Z ആക്സിസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് Z ആക്സിസ്, ബിക്കോസ് ഇങ്ങനെ വരുമ്പോഴേ പെർപെൻഡിക്കുലർ ആവത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് B. അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ B അങ്ങനെയാണ് എടുക്കുന്നത്. അത് ഈ ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ തീറ്റയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണണം, അതിന് ബയോട്ട് സവാർട്സിൽ അപ്ലൈ ചെയ്യണം. സോ ബയോട്ട് സവാർട്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ dB താഴോട്ട് എഴുതാം. സോ dB is equal to μ0/4π into IDL sin theta. And what is sin theta? Angle between the distance vector and the DL vector, that is 90. So sin 90/R² is equal to μ0/4π into IDL. എല്ലാവർക്കും അറിയാം sin 90യുടെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ R². That is the equation to find dB. തീർന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് കണ്ടുപിടിച്ചു വെച്ചു. അത് അവിടെ ഇരിക്കട്ടെ. ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞുതരാം, ഈ ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. നമുക്ക് ആവശ്യമുണ്ട്, അത് പറഞ്ഞുതരാം എന്താ. ഇനി ഞാൻ ഇത് DL എലമെന്റ് എടുത്തു. ഇപ്പൊ ഇവിടെ ഈ സൈഡിൽ ഞാൻ അതുപോലൊരു ഓപ്പോസിറ്റ് എലമെന്റ് DL എടുക്കണം. അവിടുത്തെ DL എലമെന്റ് പോലെ മറ്റൊരു DL എലമെന്റ് ഞാൻ താഴെ കൺസിഡർ, നമ്മൾ എന്താ പറയാ, സിമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയും. സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു എലമെന്റ് DL ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യണം. ആ DL എലമെന്റും ഇതേ ഡിസ്റ്റൻസ് അകലെയല്ലേ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് ഓൾസോ എ ഡിസ്റ്റൻസ് R. ആ എലമെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? ദെൻ ഇത് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് യു ക്യാൻ ഓൾസോ ഗിവ് dB എന്ന് എഴുതാം. സോ ഈ ഇതും ഒരു ആംഗിൾ തീറ്റയിലായിരിക്കും കാണപ്പെടുക. നമുക്കറിയാം നമ്മളിത് dB എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. നമുക്ക് അതിന് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊക്കെയാ കമ്പോണൻസ്? ഒരു X ആക്സിസ് കമ്പോണന്റും ഒരു Y ആക്സിസ് കമ്പോണന്റും. തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് കോസ് തീറ്റ കമ്പോണന്റ്. ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ ഇതിനെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുകയാണ്. സോ ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് കോസ് തീറ്റ. സോ ദിസ് ഇസ് dB കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് dB സൈൻ തീറ്റ. ഇപ്പൊ dB കോസ് തീറ്റ, dB സൈൻ തീറ്റ. ഇതേപോലെ നമുക്ക് ഇയാളെ
അയാൾക്ക് വിഷമാവില്ല. അപ്പൊ അയാളെ നമുക്ക് റിസോൾവ് ചെയ്യാം. സോ അയാളെ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും വരും. അപ്പൊ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് തീറ്റയോട് ചേർന്ന് നടക്കുന്നത് ഡി ബി കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ഡി ബി സൈൻ തീറ്റ. കാണുമ്പോ തന്നെ അറിയാം ഡി ബി സൈൻ തീറ്റ സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. പിന്നെ അമാന്തിക്കണോ, ദേ വിൽ ക്യാൻസൽ ചെയ്തത്. സോ ഡി ബി സൈൻ തീറ്റ കമ്പോണൻസ് എല്ലാം ക്യാൻസൽ ആയി പോകും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? പിന്നെ അവിടെ റിമൈൻ ചെയ്യുന്നത് ഡി ബി കോസ് തീറ്റ. അതായത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി കോസ് തീറ്റ കാരണം മാത്രമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഡി ബി സൈൻ തീറ്റകളെല്ലാം ക്യാൻസൽ ആയി പോകും. സോ ടോട്ടൽ magnetic field എന്ന് പറയുന്നത് it is only due to dB cos theta. And what is dB? dB already നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, mu 0 by 4 pi into IDL by r square. So substitute ചെയ്യാം. So mu 0 by 4 pi into IDL by r square into cos theta. ഇനി നമ്മുടെ പരിപാടി ഈ cos theta കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യമേ ഒരു ആംഗിൾ ഇവിടെ ചെയ്തു വെച്ചത്, that is theta. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ കാണുന്ന ഫോർമുല എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എ അല്ലേ? വാട്ട് ഈസ് എ ഹൈപ്പോട്ടനസ്? ദാറ്റ് ഈസ് ആർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അഡ്ജസന്റ് സൈഡ് എ ബൈ ആർ. ആൻഡ് വാട്ട് ഈസ് ആർ? അത് ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി ഈ ആർ സ്ക്വയർ ഇവിടെ കിടപ്പുണ്ട് അല്ലെ? ഈ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ റൂട്ട് അങ്ങ് മാറ്റിയാൽ പോരെ. അപ്പൊ ഇതിന് പകരം എന്താന്ന് എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോ ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കോസ് തീറ്റ ഇവിടെ ഉണ്ട്, ആ കോസ് തീറ്റയ്ക്ക് പകരം ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഡി ബി ഇസ് ഈക്വൽ ടു, അതായത് ഡി ബി എന്ന് വെച്ചാൽ ഡി ബി കോസ് തീറ്റയാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഡി ബിയുടെ വാല്യൂ എന്താ? mu 0 by 4 pi into IDL by r square സ്ഥാനത്ത് എന്തായി? a square plus x square into what is cos theta? Cos theta is given as a by root of a square plus root of a square plus x square. What is root? റൂട്ടിനെ നമുക്ക് പവർ ആയിട്ട് എഴുതിക്കൂടെ? റൂട്ടിനെ പവർ ആയിട്ട് എഴുതുമ്പോൾ റൈസ് ടു ഹാഫ് അല്ലേ? സോ ഇതെല്ലാം കൂടി എഴുതി മാറ്റിയിട്ട് റൈസ് ടു ഹാഫ്. ഇത് നമുക്ക് ഒരേ ടേംസ് അല്ലെങ്കിൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. കാരണം ഇതിനെ നമുക്ക് പവർ ആയിട്ട് വേണമെങ്കിൽ 1 എന്ന് എഴുതാമല്ലോ. സോ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ 1 plus 1 by 2. What is 1 plus 1 by 2? 3 by 2. So you can write dB is equal to mu 0 by 4 pi into IDL by a square plus x square the whole raised to 3 by 2. കളയരുത്, ഒരു a കൂടി ഇവിടെ ഉണ്ട്. Okay, this is the equation. So നമുക്ക് dB കാണുന്ന ഇക്വേഷൻ കിട്ടി. പക്ഷേ നമുക്ക് dB അല്ല മൊത്തമാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വി ഹാവ് ടു ഡു സമ്മേഷൻ. എല്ലാം കൂടി സം ചെയ്യുക. ചെറിയ 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 ഡിബികൾ എല്ലാം കൂടി സം ചെയ്യുമ്പോൾ അത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ആയിട്ട് മാറും. Therefore B is equal to mu 0 by 4 pi into then what is remaining I into dl. ചെറിയ 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 ഡി എൽ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അതെന്തായിട്ട് മാറും? ആ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് മാറും അല്ലെ? പെരിമീറ്റർ കാണുന്ന ഫോർമുല എന്താ? 2 pi into r. r എന്ന് വെച്ചാൽ റേഡിയസ്. ഇവിടെ റേഡിയസ് എത്രയാ? a ആണ് റേഡിയസ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 2 pi into a divided by remaining a square plus x square the whole raised to 3 by 2. ഓക്കെ, സോ കാണുമ്പോൾ തന്നെ അറിയാം, ചുമ്മാ പൈ അവിടെ ഇട്ടിരിക്കേണ്ട കാര്യമില്ല, അവർ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 2 can 4 cancel, remaining is 2 and a into a is a square. Therefore B is equal to mu 0 by 2 into I a square by a square plus x square the whole raised to 3 by 2. NCERT ടെക്സ്റ്റിനകത്ത് ഈ എയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ റേഡിയസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രശ്നമേ അല്ല, നമ്മൾ ഓൾറെഡി എ എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്യാപിറ്റൽ. കാരണം 2 R വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെ പറയണം. മറ്റേ എയും ആറും ആവുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആ ഇക്വേഷൻ നമ്മൾ കൊണ്ടെത്തിക്കും. ഒരു കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ട്. അതായത് വാട്ട് വിൽ ബി ഹാപ്പൻ ഇഫ് ദി പോയിന്റ് ഇറ്റ്സ് അറ്റ് ദ സെന്റർ. ഈ പി എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ഊഹിച്ച് നോക്കിക്കേ. ഈ പോയിന്റ് നമ്മൾ ഇവിടുന്ന് പൊക്കി എടുത്താൽ ഇങ്ങ് കൊണ്ടുവരുക, ഇതിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ എക്സ് വാല്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ ഇവിടെ നിങ്ങൾ അറ്റ് സെന്റർ ചോദിച്ചാൽ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 0 എന്ന് കൊടുത്താൽ മതി. ഞാൻ അതിവിടെ ചെയ്യാം. അറ്റ് സെന്റർ
x is equal to 0. At center x is equal to 0. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? b is equal to mu 0 by 2 into I a square divided by a. ഇനി x എഴുതണോ? വേണ്ട, x 0 ആയി. അപ്പൊ ഇനി എന്തൊക്കെയുണ്ട്? a square raised to 3 by 2. അപ്പൊ 2 cancel, remaining is a cube. a cube ഉം a square cancel ആകും, the remaining is a. So b is equal to mu 0 by 2 into I by a. This is the equation at the center. സെന്ററിലാണെങ്കിൽ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. അത് ഇതിലെ x എന്ന വാല്യൂ 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഇതുപോലെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. എന്നാൽ ആകുന്ന അത്രയും പറ്റുന്ന രീതിയിൽ ഞാനത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ ശ്രമിക്കാം. ഫുൾ ചാപ്റ്റർ പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം ഇതുപോലെ വീഡിയോ ചെയ്യേണ്ട ടോപ്പിക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്കും എളുപ്പം, പഠിക്കാൻ നിങ്ങൾക്കും അതായിരിക്കും എളുപ്പം. അപ്പൊ നല്ലോണം പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളെ പഠനം മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നിങ്ങളോടൊപ്പം എന്നും ഞാനും കൂടക്കാം.